ഇറാനും അമേരിക്കയും യുദ്ധം തുടരുക തന്നെയാണ്. വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പില്ലെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇന്നത്തെ വേൾഡ് ഇൻവേഴ്സിൽ ഇറാനൊപ്പം അമേരിക്ക കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ക്യൂബയെക്കുറിച്ചാണ് പ്രധാന വിശകലനം. ഫലസ്തീനികൾക്ക് വധശിക്ഷ വിധിക്കുന്നതിലൂടെ വിവേചനപരവും ക്രൂരവുമായ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന ഇസ്രായേലിനെ കുറിച്ചും ചിലിയിലെ വലതുപക്ഷ ക്രിസ്തീയ ഭരണത്തെക്കുറിച്ചും മറ്റ് രണ്ട് വിശകലനങ്ങൾ. ഭീകരവൃത്തിയിലൂടെ ആരെയെങ്കിലും കൊല്ലുന്ന ഫലസ്തീനികൾക്ക് വധശിക്ഷ വിധിക്കുന്ന തരത്തിൽ പുതിയൊരു നിയമവുമായി ഇസ്രായേൽ രംഗപ്രവേശനം ചെയ്യുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ എതിർക്കുന്ന തരത്തിൽ ആരെയെങ്കിലും കൊല്ലുന്ന ആളുകൾക്ക് നിർബന്ധിത വധശിക്ഷ എന്നതാണ് പുതിയ നിയമത്തിൻ്റെ അന്തസത്ത. ഒരു ജൂത പൗരനാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പക്ഷേ വധശിക്ഷ ലഭിക്കുകയും ഇല്ല. നിർബന്ധിത വധശിക്ഷ വരുന്നതോടെ കോടതികൾക്ക് കുറ്റകൃത്യത്തിൻ്റെ ആഴമോ വ്യാപ്തിയോ പരിശോധിക്കാനോ കുറ്റവാളികളുടെ മാനസികാവസ്ഥയും സാമൂഹ്യാവസ്ഥയും പരിഗണിക്കാനോ സാധിക്കുകയില്ല. ആധുനിക നിയമങ്ങൾ വധശിക്ഷയെക്കുറിച്ച് പുനരാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ വംശീയ വിദ്വേഷത്തിൻ്റെ പേരിൽ വിവേചനപരമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി വരുന്നത്. നിലവിൽ തന്നെ അധിനിവേശ പ്രദേശങ്ങളിലെ ഫലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ വിചാരണ ചെയ്യുന്നത് പട്ടാള കോടതികളിലും ഇസ്രായേൽ പൗരന്മാരെ സിവിൽ കോടതികളിലുമാണ്. തങ്ങളുടെ പൗരന്മാരായാലും തങ്ങൾ അധിനിവേശം നടത്തിയ പ്രദേശത്തെ ആളുകളായാലും അവരെ തുല്യരായും അവരോട് മാനുഷികമായും പെരുമാറുകയും പരിഗണിക്കുകയും ചെയ്യുക എന്ന അന്താരാഷ്ട്ര മര്യാദയെ കാറ്റിൽ പറത്തിയും വധശിക്ഷാ നിയമനിർമ്മാണത്തിന് പ്രതികൂലിച്ച് സമർപ്പിക്കപ്പെട്ട 2000-ലധികം അപേക്ഷകളെ അവഗണിച്ചുകൊണ്ടുമാണ് വലതുപക്ഷ തീവ്രവാദിയായ സുരക്ഷാ മന്ത്രി ബെൻ ഗിറിന്റെ വാശിക്ക് ഇസ്രായേൽ നിന്ന് കൊടുക്കുന്നത്. നിലവിൽ തന്നെ അധിനിവേശ പ്രദേശങ്ങളിലെ മിലിറ്ററി കോടതികൾ ഫലസ്തീനികളോട് വിവേചനപരമായാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വധശിക്ഷ നിയമമാവുകയും അത് 90 ദിവസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് ചട്ടമുണ്ടാവുകയും ചെയ്യുന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ അപകടകരമാവും എന്നും വിലയിരുത്തപ്പെടുന്നു. ഫെബ്രുവരി അവസാനത്തിൽ ഇറാനെതിരെ തിരിഞ്ഞതിനോടൊപ്പം ട്രംപ് ക്യൂബയ്ക്കെതിരെയും തന്റെ പോർമുഖം തുറന്നു വച്ചിരുന്നു. ജനുവരിയിൽ തന്നെ ക്യൂബ അമേരിക്കയുടെ അസാധാരണമായ പ്രത്യേക ശത്രുവാണ് എന്നുള്ള എക്സിക്യൂട്ടീവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു ട്രംപ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുമായി ക്യൂബ ബന്ധം സൂക്ഷിക്കുന്നു എന്നതായിരുന്നു അമേരിക്കയെ വിറളി പിടിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ക്യൂബയിലേക്കുള്ള ഇന്ധനം തടയുക, വൈദ്യുതി മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കി രാജ്യത്തെ സ്തംഭിപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികളിലാണ് അദ്ദേഹം മുഴുകിയിരിക്കുന്നത്. ക്യൂബ ഇപ്പോൾ ദുർബലമായ രാജ്യമാണെന്നും താൻ അതിനെ പിടിച്ചെടുത്ത് എന്തും ചെയ്യുമെന്നും ആരും തന്നെ എതിർക്കാൻ വരില്ലെന്നുമാണ് ട്രംപിന്റെ ഭാഷ്യം. രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്ന ദ്വീപാണ് തങ്ങളുടേത് എന്ന് ക്യൂബക്കാർക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അവരേത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. 1959 അമേരിക്കൻ പിന്തുണയോടെയുള്ള സർക്കാരിനെ തൂത്തെറിഞ്ഞ് ഫിദൽ കാസ്ട്രോ സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങിയതു മുതലേ അമേരിക്ക കലിപ്പിലാണ്. ഇപ്പോഴുള്ള വൈദ്യുതി പ്രതിസന്ധി കുറച്ചൊന്നുമല്ല ക്യൂബക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. വൈദ്യുതി ഇല്ലാതാവുന്നതോടെ യാത്രകൾ അവസാനിക്കുന്നു, ആശുപത്രിയിലേതടക്കമുള്ള ശീതീകരണ സംവിധാനങ്ങൾ നിലയ്ക്കുന്നു, വാർത്താവിനിമയങ്ങൾ നിശ്ചലമാവുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം മൊത്തം നിശ്ചലമാവുന്നു എന്നർത്ഥം. ഒരു നഗരം പെട്ടെന്ന് ഇരുട്ടിലേക്ക് വീഴുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കൻ നിയമപ്രകാരം വൈദ്യുതി ലഭ്യമാകുന്ന ചില ഹോട്ടലുകളിൽ മാത്രമാണ് വിളക്കുകൾ പ്രകാശിക്കുന്നത്. ആളുകൾ ഇപ്പോൾ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങി സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയാണ്. അവരത് ശീലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിൽ ഇരുട്ടിലിരുന്ന് സമയം പോക്കുകയാണ് ഇവരുടെ വിധി. വൈദ്യുതി എത്തുന്നതോടെ തിടുക്കപ്പെട്ട് ജോലികളെല്ലാം ചെയ്തു തീർക്കും. ഭക്ഷണം വേഗത്തിലുണ്ടാക്കും, ഫോണുകൾ ചാർജ് ചെയ്യും. ഓഫീസുകളൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശീലിച്ചു വരുന്നു. റഷ്യയും ചൈനയും ഇപ്പോഴും ക്യൂബയ്ക്കുള്ള പിന്തുണ തുടരുന്നുണ്ട്. ന്യൂസ്ട്ര അമേരിക്ക എന്ന കപ്പൽ വ്യൂഹം ക്യൂബ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങിയപ്പോഴേ അമേരിക്കക്ക് ഹാലിളകിയിരുന്നു. 35 ടൺ മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളുമായി കപ്പൽ എത്തിയതോടെയാണ് ക്യൂബൻ നഗരമായ ഹവാന പൂർണ്ണമായും ഇരുട്ടിലായത്. അമേരിക്ക നടപടി കടുപ്പിച്ചതായിരുന്നു കാരണം. നേരത്തെ വെനിസ്വേലയിൽ നിന്നും അൾജീരിയ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു ക്യൂബ ഇന്ധനം വാങ്ങിക്കൊണ്ടിരുന്നത്. ഇവർക്കെതിരെ അമേരിക്ക നടപടി കനപ്പിച്ചു. ഒരിടത്ത് ഭരണം തന്നെ അട്ടിമറിച്ചു, മറ്റുള്ളവരുടെ മേൽ താരിഫ് വർദ്ധിപ്പിച്ച് ഭീഷണി ഉയർത്തി. അതിനുശേഷമാണ് പ്രമുഖ വ്യക്തിത്വങ്ങളും രാജ്യങ്ങളും ചേർന്ന് ഇത്തരത്തിലൊരു നടപടിക്ക് മുതിർന്നത്. ക്യൂബയുടെ മെഡിക്കൽ നയതന്ത്രവും ഇക്കാര്യത്തിൽ അവർ ഇത്തരത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ രംഗത്ത് ക്യൂബ കാണിച്ച മാതൃക അത്ഭുതകരമാണ്. ആർമി ഓഫ് വൈറ്റ് കോട്ട്സ് എന്ന സംഘം ലോകത്തിലെ ഏത് പ്രദേശത്തും സേവനം ചെയ്യാൻ സന്നദ്ധരാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ് ക്യൂബൻ ആരോഗ്യ വ്യവസ്ഥയുടെ നട്ടെല്ല്. അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിലും എതിർപ്പുണ്ട്.
ക്യൂബയുടെ ആരോഗ്യ നയതന്ത്രത്തിന് നിന്നുകൊടുക്കരുത് എന്നും അമേരിക്ക അന്ത്യശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളൊക്കെ ഇത് അനുസരിക്കുകയും ക്യൂബയിൽ നിന്ന് അല്പം അകലം പാലിക്കുകയും ചെയ്യുന്നുമുണ്ട്. ട്രംപിനൊപ്പം ക്യൂബയുടെ നേരെ കുരച്ചു ചാടുന്ന മറ്റൊരു പ്രമുഖൻ മാർക്ക് റൂബിയോ ആണ്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. രാഷ്ട്രീയവും സാമ്പത്തികവുമായി ക്യൂബയെ സ്വതന്ത്രമാക്കാനാണ് അത്രേ അമേരിക്കയുടെ പുറപ്പാട്. വെനിസ്വേലയെ പോലെ സർക്കാരിനെ തന്നെ അമേരിക്ക ഏറ്റെടുക്കുമോ അതല്ല വേറെ വല്ലതുമായിരിക്കുമോ അവരുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ഉപരോധം കൊണ്ട് ക്യൂബ ആകപ്പാടെ പ്രതിസന്ധിയിലാണെന്നും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമെന്നും ട്രംപ് പറയുന്നുണ്ടെങ്കിലും എന്താണ് ലക്ഷ്യമെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നില്ല. ദശകങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണെന്ന വാർത്തകളും ക്യൂബയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇറാനിലെ ആത്മീയ നേതാവിനെ വധിക്കുകയും വെനിസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അമേരിക്ക ക്യൂബയിൽ ഏത് തരത്തിലാവും പ്രതികരിക്കുക എന്ന് ഇനിയും പറയാനാവില്ല. അതേസമയം അസംതൃപ്തരായ ആളുകളിൽ നിന്ന് തന്നെ പകരക്കാരെ കണ്ടെത്താനാവും അമേരിക്കൻ ശ്രമം എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അസംതൃപ്തരായ ആളുകൾ ഏറി വരുന്നു എന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിലെ രാജ്യത്തിന്റെ നിയന്ത്രണം അല്പം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ക്യൂബ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിദേശ നിക്ഷേപത്തിന് വാതിൽ തുറന്നു കൊടുക്കാൻ ക്യൂബ കുറച്ചൊക്കെ തയ്യാറായിട്ടുണ്ടത്രേ. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ക്യൂബക്കാർക്ക് കമ്പനികളിൽ നിക്ഷേപിക്കാൻ അവസരം കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. തർക്കങ്ങളും കുഴപ്പങ്ങളും ഇങ്ങനെ വ്യാപിക്കുന്നതിനിടയിൽ ഫിദൽ കാസ്ട്രോയുടെ പേരക്കുട്ടി സാൻഡ്രോ കാസ്ട്രോയും ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. ഈയിടെ CNN നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്യൂബക്കാർ ഭൂരിപക്ഷവും മുതലാളിത്തം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ്. രാജ്യത്തിന്റെ പ്രസിഡന്റ് മിഗൽ ഡിയാസ് കാനൽ വളരെ മോശം ഭരണാധികാരിയാണെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ 1.5 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആഡംബര ജീവിതം ആളുകളെ കാണിക്കും, അവരോടും അതുപോലെ ആവാൻ ഉപദേശിക്കും, ക്യൂബ അതിനനുസരിച്ച് മാറണമെന്ന് ആഹ്വാനം ചെയ്യും. അതാണ് കക്ഷിയുടെ പ്രധാന പരിപാടി. സർക്കാരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയങ്ങൾക്കും എതിരായി സംസാരിക്കുന്ന സകലരെയും ജയിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ക്യൂബയിൽ സാൻഡ്രോ ഇപ്പോഴും തൻ്റെ AC മുറിയിൽ വിശ്രമിക്കുകയാണ്. പേരിൻ്റെ കൂടെയുള്ള കാസ്ട്രോ എന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ് അത്. കത്തോലിക്കൻ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ചിലിയുടെ കാര്യത്തിൽ പുതിയ പ്രസിഡന്റ് ജോസ് ആന്റോണിയോ കാസ്റ്റ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. കന്യാമറിയത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഷോൺസ്റ്റാറ്റ് പ്രസ്ഥാനത്തിന്റെ ആളാണ് ഇദ്ദേഹം. സ്വവർഗ വിവാഹം, ഗർഭഛിദ്രം, ഗർഭനിരോധന ഉപകരണങ്ങൾ, LGBT അവകാശങ്ങൾ എന്നിവയ്ക്കൊക്കെ എതിരാണ് ഇദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ജയിക്കാനായില്ല. അതുകൊണ്ട് ഇത്തവണ സുരക്ഷ എന്ന വിഷയം ഉയർത്തിയാണ് മത്സരിച്ചത്. അതായത് അഭയാർത്ഥികളിൽ നിന്നും രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കും എന്ന്. പക്ഷെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത്രേ. 2024 ചിലിയിൽ വിവാഹമോചനം അനുവദിക്കപ്പെടുന്നത് എന്ന് ഓർക്കുക. ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിൽ അവസാനമായി ഇക്കാര്യം ചെയ്തത് ഇവരായിരുന്നു. ലൈംഗിക വിദ്യാഭ്യാസം എന്നിവിടെ മിണ്ടാൻ പോലും പാടില്ല. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പറ്റിയ ഒരാളെ കൂടി കിട്ടി എന്നത് മിച്ചം. നന്ദി.